ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 10 മണി ചെടികളൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ റോസാ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് പൂക്കൾ 4-5 പൂക്കളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. വീട്ടിൽ കൊണ്ടുവന്നാലും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പൂക്കൾ കൊഴിഞ്ഞു പോകും. നമുക്കറിയാം റോസാ ചെടീൻ്റെ പൂക്കൾ വേഗത്തിൽ കൊഴിഞ്ഞു പോകും. അതിനുശേഷം ആ ചെടി തന്നെ ഉണങ്ങിപ്പോയിട്ട് പിന്നെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കുഞ്ഞു പൂക്കളാകും. അല്ലെങ്കിൽ ചെടി ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ചെടി നശിച്ചു പോകുന്നതാണ് അധികം ഉണ്ടാകുന്നത്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ നമുക്ക് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ നാടൻ റോസാ കമ്പനി അല്ലെങ്കിൽ നമ്മൾ റോസാ ചെടിയുടെ ചെടി എങ്ങനെ വേരെടുപ്പിക്കുന്നത്, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനുള്ള ആൻസർ ആയിട്ടാണ്, അവർക്കുള്ള റീപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ നമുക്ക് നശിച്ചു പോകാതെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ പോകുകയും ബിലോ പ്ലാന്റ്സ് ആയാലും തെച്ചിച്ചെടി, അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടി, അങ്ങനെയുള്ള മെലസ്റ്റോമൊക്കെ പൂക്കളുള്ള ചെടി കാണുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ ഉണ്ടെങ്കിൽ, അതായത് റോസാ ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്ക് നമ്മൾ അത് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൊണ്ടുവന്ന് അന്ന് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ഒരു ക്ലൈമറ്റായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം നമ്മളത് റീപ്പോർട്ട് ചെയ്യണം. റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റീപ്പോർട്ടിങ് കാണിക്കാത്ത എന്താണ്, ഒരാഴ്ച മുന്നേ ഞാൻ റോസിൻ്റെ റിപ്പോർട്ടിങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആൾ കണ്ട വീഡിയോ ആണ്. അത് ഒരുപാട് ആൾ കണ്ടതുകൊണ്ടാണ് ഇതിൽ വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത്, ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കവറിലായിരിക്കും നമ്മൾ ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ചട്ടിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്തിട്ട് നമ്മൾ 3/4 ഭാഗം മണ്ണ് അതിൽ നിന്ന് ഒഴിവാക്കുക. അതായത് ചളി പോലത്തെ അല്ലെങ്കിൽ പശപ്പശപ്പുള്ള ഒരു കളിമണ്ണ് പോലത്തെ മണ്ണായിരിക്കും അതിലുണ്ടാകുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കറുത്ത ഒരു കളർ കാണാം, അല്ലെങ്കിൽ ഒരു പച്ച കളർ അങ്ങനെയൊക്കെ കാണാം. അത് നന്നായിട്ട് വളം കൊടുത്തിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് 2 ആഴ്ചത്തേക്കുള്ള വളം കൊടുത്തിട്ട് നമ്മുടെ ചെടി നമ്മൾ വാങ്ങാണ്. അത് വളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചില സൂക്കേടിനൊക്കെ നമ്മൾ പനിക്കൊക്കെ മരുന്ന് കുടിക്കുമ്പോൾ പനി വിട്ടുപോകും, കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പനി വരുന്നത്. അതുപോലെ നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് അവർ നഴ്സറിക്കാർ ചെയ്യുന്നതാണ്. കുറച്ച് നന്നായിട്ട് വളം കൊടുത്തിട്ട് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിപ്പോകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യണം. നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം ഒന്നെങ്കിലും നമുക്കത് ചെടീൻ്റെ വേരൊക്കെ കഴുകിയെടുത്ത് ചെയ്യാം. ഞാനന്ന് കഴുകാതെ ചെയ്തത്, കുറച്ച് മണ്ണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു പോട്ടി മിക്സിൽ, അതായത് ചളി പോലത്തെ അല്ലെങ്കിൽ കളിമണ്ണ് പോലത്തെ പോട്ടി മിക്സ് അല്ലാത്ത മണ്ണിലേക്കല്ലാതെ നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് ചകിരിച്ചോറ് കുറച്ചെടുക്കണം, മണൽ, നമുക്ക് അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുമുടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലേക്ക് നമ്മുടെ ചെടി നട്ട് കൊടുക്കുക. നട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ചൊരു തണലത്ത് വെക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മൾ നല്ലൊരു വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താ പറയുക, ഒരുപാട് നാടൻ ഇനത്തിലുണ്ട്, ഹൈബ്രിഡ് ഇനത്തിലുണ്ട്, നമുക്ക് വള്ളിച്ചെടിയായിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മിനിയേച്ചർ ടൈപ്പിലൊക്കെ നമുക്കിപ്പോൾ റോസാ ചെടികൾ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് നന്നായിട്ട് സൺലൈറ്റ് വേണം കേട്ടോ. റോസാ ചെടിക്ക് അതായത് ഒരു 6 മണിക്കൂറെങ്കിലും നല്ലൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ റോസാ ചെടികൾക്ക് നല്ല പൂക്കളും നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. അപ്പോൾ തണലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. നന്നായിട്ട് വെളിച്ചവും വേണം, നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് നമ്മുടെ റോസാ ചെടി. അതായത് റോസാ ചെടി നമുക്ക് മറ്റുള്ള അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കൂടെ മറ്റിടത്തൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. നമുക്ക് നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യേണ്ടത്, നമ്മൾ ഇവർക്ക് ദിവസം വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. കാരണം ദിവസം വെള്ളം നമ്മൾ ഡീപ്പായിട്ട് നനയ്ക്കുക. അതായത് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ താഴ്ഭാഗം വരെ എത്തുന്ന രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കുക. അത് ദിവസവും നമ്മൾ ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് അത്യാവശ്യമാണ്. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. അതാണ് ഞാൻ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട്, നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. പക്ഷേ ദിവസം നമ്മൾ വാട്ടറിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു റോസാ ചെടിക്ക് നമ്മൾ മിസ്റ്റിങ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. കാരണം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുക, മിസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും. റോസാ ചെടിക്ക് നമ്മൾ അങ്ങനെ മിസ്റ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ നാലാമത്തെ കാര്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള കാലത്ത്, നമ്മൾ വെയിലത്താണല്ലോ വെച്ചിട്ടുള്ള ചെടി, നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഇതിന് പൊത ഇട്ട് കൊടുക്കുക. പൊത ഇട്ട് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കരിയില കൊണ്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കുക. രണ്ടാമത് നമുക്ക് ചകിരി വെച്ചിട്ട് ചകിരിൻ്റെ തൊണ്ട് വെച്ച് പൊത ഇട്ട് കൊടുക്കുക. ചകിരി വെച്ചിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പച്ചില വെച്ചിട്ട് നമുക്ക് പൊത ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരിന് ശക്തമായിട്ടുള്ള ചൂട് കിട്ടില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് എന്നും നിലനിൽക്കുന്ന ചെടിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയല്ല. റോസാ ചെടിക്ക് ഒരുപാട് കാലം നമുക്ക് കിട്ടുന്ന ചെടിയാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മാസത്തിലൊരിക്കൽ എന്തായാലും മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ എന്തായാലും വളം കൊടുക്കണം. ജൈവ വളം കൊടുക്കുക, നമുക്ക് ഓർഗാനിക് വളം കൊടുക്കുക, കെമിക്കൽ വളങ്ങളൊക്കെ കൊടുക്കുക. പോട്ടി മിക്സ് തന്നെ നമ്മൾ എല്ലുപൊടി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി ചെയ്താലും നമ്മൾ മാസത്തിൽ എന്തായാലും വളം കൊടുക്കണം. നമുക്കിതിൻ്റെ ചുവട് ഇളക്കിയിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, ചുവട് ഇളക്കിയിട്ട് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും, പച്ച ചാണകം പൊളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നമ്മുടെ ജൈവ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കുക. അതുകൂടാതെ നമുക്ക് നന്നായിട്ട് റോസാപ്പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പിന്നെ ഫ്ലവറിങ് ബൂസ്റ്ററായിട്ടുള്ള നമുക്ക് DAP NPK പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ചെടി നന്നായിട്ട്. പിന്നെ ഈ ചെടിക്ക് വേണ്ടിയത് നമുക്ക് എന്താണ് മസ്റ്റായിട്ട് വേണ്ടിയത് പ്രൂണിങ് ആണ് കേട്ടോ. അപ്പോൾ പ്രൂണിങ് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ചെടിക്ക് ഒരുപാട് നല്ല ഡയറക്റ്റ് നല്ല 6 മണിക്കൂർ സൺലൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് സ്ഥലത്താണെങ്കിൽ നമ്മുടെ ചെടി കുറച്ച് ചില സമയത്ത് ഇതിൻ്റെ മുട്ടൊക്കെ കരിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അല്ല ഇലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കരിഞ്ഞു ഭാഗം പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ പിന്നെ നമ്മൾ ആ ഒരു ചെടിയെ നമ്മൾ ആർട്ട് പ്രൂണിങ് ചെയ്യണം. നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സിനെ പോലെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മളെ പൂമട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 1 ഇല അല്ലെങ്കിൽ 2 ഇല വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് പൂ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. 1 ഇല 2 ഇല വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ശിഖരങ്ങളല്ല 3 ശിഖരങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഈ അടുത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റോസാ ചെടി, ഒരു മിനിയേച്ചർ ടൈപ്പ് റോസാ ചെടിയാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാകുക. ഇത്രത്തോളം വലിപ്പം ഉണ്ടാകട്ടോ. ഈ പൂവിൻ്റെ വലിപ്പം അതാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ നട്ടുകൊടുത്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ലിങ്ക് ഞാൻ ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ ഒരു വർഷത്തെ മുന്നത്തെ റോസാ ചെടിയുടെ വീഡിയോ, ബഡ് റോസിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട്, അതിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിന്ന് അത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ചായി. അന്ന് ഞാൻ പിന്നെ ചാണകപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്ത്, കുറച്ച് ബാസാക്കോട്ടൊക്കെ ചേർത്തിട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാനിതിന് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലവറിങ് ബൂസ്റ്ററായിട്ടുള്ള നമ്മൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാക്കി ഇലച്ചെടികൾക്കൊക്കെ നന്നായിട്ട് ആക്കുന്ന നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള നമ്മുടെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള നമ്മുടെ ബാസാക്കോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാസാക്കോട്ട നമ്മുടെ റോസാ ചെടിക്കും അതുപോലെ തന്നെ മറ്റു ചെടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് NPK. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നിട്ട സമയത്ത് തന്നെ ഒന്നും കൂടി കാണിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമുക്ക് ബാസാക്കോട്ടയും കൊടുക്കുക, നമുക്ക് DAP ഉണ്ടെങ്കിൽ DAP കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഞാൻ NPK എടുത്തിട്ടുണ്ട്, ബാസാക്കോട്ടയും 2 ഫെർട്ടിലൈസറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ NPK 19 നമുക്കറിയാം. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എടുത്തിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് അടിവശത്ത് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിലൊന്നും ആകാതെ നമുക്ക് അടിവശത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ചെറുതായിട്ട് ഇലയിലൊന്നും ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നന്നായിട്ട് നമ്മൾ ഡീപ്പായിട്ട് നനച്ച് കൊടുക്കുന്നു. എന്തായാലും നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴിയുന്നത് നമ്മൾ 2 പ്രാവശ്യം ഇതിൻ്റെ പിന്നെ ഇത് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഹാർഡ് പ്രൂണിങ് നമുക്ക് ചെയ്യാം, സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം. ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് സോഫ്റ്റ് പ്രൂണിങ് ആണ്. ഹാർഡ് പ്രൂണിങ് അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് മൊത്തത്തിൽ വെട്ടി ഒഴിവാക്കുമ്പോൾ ഭയങ്കര വേജാറും സങ്കടമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളിഷ്ടം പോലെ എന്തായാലും നമ്മൾ വെട്ടി കൊടുത്താലേ ഇത് നല്ല ഈ റോസാ ചെടി നമുക്ക് നല്ല ബുഷിയായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂ കണ്ടില്ല, ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൂവിൻ്റെ 2 ഇല താഴോട്ട്, പൂവും അതിൻ്റെ താഴത്തുള്ള 2 ഇല താത്തിയിട്ട് നമ്മൾ എന്തായാലും വെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം വെട്ടുന്നത് കാണിക്കുന്നില്ല, കാരണം പൂവ് ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റോസാ ചെടി നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കീടശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, പ്രാണികൾ വന്നിട്ട് അല്ലെങ്കിൽ ഇലയിൽ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് വരും, വൈറ്റ് ഡോട്ട് ഇങ്ങനെയൊക്കെ വരുന്നു. അതിനൊക്കെ നമുക്ക് ഫംഗിസൈഡ് എന്തെങ്കിലും സാഫ് നമ്മൾ പോട്ടിമിക്സിൽ തന്നെ സാഫ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫംഗിസൈഡുള്ള സാഫ് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും പൂക്കളിലൊന്നും ആകാത്ത രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ റോസാ ചെടി നിലനിൽക്കും കേട്ടോ. നമുക്കറിയാം ബൊഗൻവില്ല പ്ലാന്റ്സ്, റോസാ, തെച്ചിയൊക്കെ നമുക്ക് നശിച്ചു പോകുന്ന ചെടികളല്ല. നമുക്ക് നശിച്ചു പോകുന്ന ചെടികൾ എന്താണ്? കാശിത്തുമ്പ, അതുപോലെ തന്നെ നമ്മുടെ ബന്ദിച്ചെടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർമെലിയൊക്കെ പൂക്കളുണ്ടായി കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി നമ്മളെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഇതങ്ങനെ പോകത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ റോസാ ചെടി നിങ്ങൾക്കിനി ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്തായാലും
ഈ ഒരു ചെടി നമുക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ. എന്നാൽ നശിച്ചു പോകല്ല. ഈ രീതിയിലൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ നഴ്സറിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ